മലപ്പുറം തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ അപ്പീൽ ആവശ്യവുമായി കുടുംബം. പ്രതികളെ വെറുതെ വിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ആരോപണം. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന് വേണ്ട എല്ലാ ഇതും ഒരുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെ നീതി കിട്ടാനാ? കുട്ടീനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ കൊടുത്തുങ്ങാണ്ടാക്കിയിട്ടൊക്കെ ആണ് എൻ്റെ മോള് എന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നുണ്ടായിന്. മോള് ഫഹ്മലിനോടാണ് കല്യാണം ഉറപ്പിച്ചതിന്. ഫഹ്മലിനോടാണ് എൻ്റെ മോൾ എല്ലാ കഥകളും തുറന്നു പറയുന്നത്. തുറന്നു പറയുമ്പോഴത്തേനും നേരം വൈകി ഫഹ്മല് അത് എന്താക്കി അത് എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഈ 2021 അപ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. എൻ്റെ മോള് അതുവരെ മറ്റൊരു ഭീഷണിപ്പെടുത്തിയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞില്ല. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്നുള്ള വിധി അത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്താണ് ഇനി മുന്നോട്ടുള്ള നിയമ പോരാട്ടം? അതെങ്ങനെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് പദ്ധതി? ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇറങ്ങിയ പല വിധികളും ഇരകൾക്ക് പ്രതികൂലമായിരുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും വാളയാറിലെ കുട്ടികളുടെ കേസാണെങ്കിലും വണ്ടിപ്പെരിയാർ കേസാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കാത്ത രീതിയിലുള്ള ഒരു വിധിയായിരുന്നു എത്തിയത്. എന്തായാലും ഇതുപോലെ തന്നെയുള്ള വിധിയാണ് ഇത്തവണ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്നും എത്തിയിരിക്കുന്നത്, തേഞ്ഞിപ്പാലം കേസിൽ എത്തിയിരിക്കുന്നതെന്നും കുടുംബം പറയുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കേസിൽ CA അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കുടുംബം പറഞ്ഞിരുന്നു. കാരണം യൂണിഫോം അണിഞ്ഞാണ് അന്നത്തെ ആ CI അലവി എന്ന ആൾ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ എത്തിയത്. ഒപ്പം ഈ നാട്ടുകാരുടെ പെൺകുട്ടിയെയും കുടുംബത്തെയും കുറിച്ച് മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആ കുട്ടിയെ 2021 ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്നാൽ ഈ ഘടകങ്ങളൊന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കുടുംബം കുറ്റം പറയുന്നത്. ഈ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പ്രതികളെ സഹായിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്. നേരത്തെ ACP കോഴിക്കോട് ACP നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ചില വീഴ്ചകൾ അന്വേഷണ സംഘത്തിൽ ഉള്ളതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യത്തിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷം പ്രോസിക്യൂഷൻ ഈ ഇരയുടെ കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയങ്ങളും നടത്തിയിട്ടില്ല. പല സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി കുടുംബം ഈ പ്രോസിക്യൂഷനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഫോൺ പോലും എടുക്കാറില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ വിധി ഉണ്ടായ ശേഷവും പ്രോസിക്യൂഷനെ ബന്ധപ്പെടാൻ കുടുംബം ശ്രമം നടത്തിയെങ്കിലും നടന്നിട്ടില്ല. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അപ്പീൽ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ അമ്മയുടെ വാക്കുകളിൽ കാര്യമായ തെളിവില്ല എന്നൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അമ്മയും ഈ മകളും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ് ജീവിച്ചിരുന്നത്. ഈ പീഡനം നടന്ന് ഇത്ര താമസമുണ്ടായിട്ടും എന്തുകൊണ്ട് അമ്മയോട് ഇക്കാര്യം കുട്ടി പറഞ്ഞില്ല എന്നതും അമ്മയോട് പറഞ്ഞില്ല എന്നത് വിശ്വാസയോഗ്യമല്ല എന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. കൃത്യമായ നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകണം. സർക്കാർ അടിയന്തരമായി ഈ ഇരയ്ക്ക് നീതി കിട്ടാനായി ഇടപെടണം എന്നാണ് അമ്മയടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പ്രോസിക്യൂഷനപ്പുറം മറ്റ് നിയമസാധ്യതകളും ഈ കുടുംബം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, തുടരുക.